PHP, JavaScript, HTML, CSS, പിന്നെ ഡാറ്റാബേസായ MySQL ഉപയോഗിച്ചൊരു ക്ലാസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടായിരുന്നത്. MySQL പറഞ്ഞിട്ടില്ല, പറയുന്നതേ ഉള്ളൂ. ഇതായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പ്രോജക്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നിപ്പം നമുക്ക് ചെയ്യാനുള്ളത് ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഫംഗ്ഷനെ കുറിച്ച് മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിലെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് ഒരു ഫംഗ്ഷൻ കീവേഡ്, ചേഞ്ച് കളർ, അത് ഫംഗ്ഷൻ്റെ പേര്, അതിൻ്റെ അകത്തുള്ള പാരാമീറ്റർ, പിന്നെ അതിൻ്റെ ബോഡി, ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രേസ്. ഇതാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഫംഗ്ഷൻ അല്ലെങ്കിൽ മെത്തേഡ്സ്, നമുക്ക് അങ്ങനെയും പറയാം. PHPയിലും ഫംഗ്ഷൻസ് ഉണ്ട്. വിളിക്കുന്നത് വെച്ചാൽ ഫംഗ്ഷൻ ചേഞ്ച് കളർ. ഇതിൽ ചേഞ്ച് കളറിൽ എന്നൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. അതേപോലെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ബ്രേസ്. ഇതാണ് സിമ്പിളായിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ കോൾ ചെയ്യുന്ന പറഞ്ഞാൽ ചേഞ്ച് കളർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കോൾ ചെയ്യാം. ഒരു ഫംഗ്ഷൻ ആദ്യം ഡിഫൈൻ ചെയ്യാം, എന്നിട്ട് അതിനെ കോൾ ചെയ്യാം. അപ്പോൾ ഇതിൽ ചേഞ്ച് കളർ എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യണമല്ലോ. അപ്പം ഞാനിപ്പോൾ ഇവിടെ കളർ ചേഞ്ച് എന്ന് പറഞ്ഞൊരു ജസ്റ്റ് ഒരു എക്കോ ചെയ്യിച്ചു. അപ്പോൾ എക്കോ എന്തിനാണ്? ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാനാണ്, ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. കണ്ടോ, കളർ ചേഞ്ച് എന്ന് കോൾ ചെയ്തു. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ദ സ്പോട്ടിൽ കോൾ ചെയ്യുകയും ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ HTML പേജിൽ ഒരു ഹലോ വേൾഡ് എന്ന് പറഞ്ഞ സംഭവം, അതായത് ഈ ഹലോ വേൾഡ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഫംഗ്ഷൻ കോൾ ചെയ്തത്. പക്ഷെ ഇവിടെ ഈ ഫംഗ്ഷൻ, ഈ PHPയുടെ ഫംഗ്ഷൻ കോൾ ചെയ്തത് പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ PHPയുടെ ഫംഗ്ഷൻ കോൾ ചെയ്തു. അപ്പോൾ ഇൻ കേസ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ PHPയുടെ ഫംഗ്ഷൻ കോൾ ചെയ്യണം, അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അജാക്സ്, JSON റിക്വസ്റ്റ്, അങ്ങനത്തെ കൺസെപ്റ്റോട്ട് പോകും. തൽക്കാലം ഇപ്പോൾ അത് പോകുന്നില്ല. ഇവിടെ സെർവർ സൈഡ് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുപോലെ ക്ലയൻറ്റിനോട്, അതായത് ജാവാസ്ക്രിപ്റ്റിന് കണക്ഷൻ കൊടുക്കണമെങ്കിൽ അത് വേറെ കോഡ് നമുക്ക് ചെയ്യണം. നമുക്കിവിടെ പഠിക്കാനുള്ള ആകെ ബേസിക്സ് മാത്രമേ പഠിക്കാറുള്ളൂ. അപ്പോൾ ബേസിക്സ് പഠിച്ചിട്ട് എങ്ങനെയാണോ പോകേണ്ടത് അതുപോലെ പോവാം. ഓക്കെ, ഇതിൽ ആ കോഡ് ഞാൻ പറയുന്നുണ്ട്, അത് പിന്നെ പറയാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി ഫംഗ്ഷനെ വിളിച്ചു. ഇനി PHPയിൽ ക്ലാസ് ഉണ്ട്, ജാവാസ്ക്രിപ്റ്റിലും ക്ലാസ് ഉണ്ട്. ക്ലാസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഒരു കളക്ഷൻ ഓഫ് ഫങ്ഷൻസ് അല്ലെങ്കിൽ മെത്തേഡ്സ് എന്ന് വേണം പറയാം. അപ്പോൾ ക്ലാസ് എന്ന് കീവേഡ് ഉപയോഗിക്കണം. എന്നിട്ട് ഇവിടെ ഞാൻ ഡോക്ക് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കി, അതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ കളർ ചേഞ്ച്. ഓക്കെ, അപ്പോൾ ഈ ഡോക്കിന് ക്ലാസ് ഉണ്ടാക്കി, ആ ക്ലാസിൻ്റെ അകത്തൊരു ഫംഗ്ഷനും എഴുതി. ഇനി ഈ ഡോക്ക് എങ്ങനെ വിളിക്കാം? ഈ ചേഞ്ച് കളർ മുമ്പ് വിളിച്ചുകൊണ്ടായിരുന്നു, ഡയറക്റ്റ് ചേഞ്ച് കളറായിരുന്നു വിളിച്ചുകൊണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ വിളിക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ ആവശ്യമുണ്ട്, കാരണം നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു സ്ട്രക്ചർ നമുക്ക് ആവശ്യമുണ്ട്. ഇപ്പോൾ ക്ലാസ് ഡോക്ക് തന്നെയാണ്. ഡോക്ക് ഞാൻ നോക്കുക, D ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആണ് ഒരു ക്ലാസ് എന്ന് അറിയാൻ വേണ്ടി. അതിലൊരു ഫംഗ്ഷൻ എഴുതി ചേഞ്ച് കളർ. ഇനി ഇതെങ്ങനെ കോൾ ചെയ്യുന്നത് വെച്ചാൽ, ഒരു വേരിയബിൾ PHPയിൽ ഡോളർ വെച്ചിട്ടാണ് വേരിയബിൾസിനെ അസൈൻ ചെയ്യുന്നത്. $P, $K, നമുക്ക് ഇഷ്ടമുള്ള വേരിയബിൾ അസൈൻ ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ $color ഈക്വൽ ടു ന്യൂ ഡോക്ക് ഓഫ്. അപ്പോൾ ഇതിൽ ഈ ഡോക്കിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഞാൻ കഴിഞ്ഞ ജാവാസ്ക്രിപ്റ്റിൽ പറഞ്ഞായിരുന്നു, document.get element by ID. ആ ഡോക്യുമെന്റിന്റെ ഈ പേഴ്സൺ 1 എന്നൊരു എലമെന്റിന്റെ ഒബ്ജക്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ഇതൊരു ക്ലാസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ഡോക്യുമെന്റിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കാം. ആ ഒബ്ജക്റ്റിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ വേറൊരു ക്ലാസിന്റെ ഒബ്ജക്റ്റ് കിട്ടും. അപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, ഇത് ഡോട്ട് വെച്ചായിരുന്നു കോൾ ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷെ നമുക്കിവിടെ ഡോട്ടിന്റെ പകരം ഇത് പ്രീ ഡിഫൈൻഡ്, അതായത് ജാവാസ്ക്രിപ്റ്റിനെ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ഒബ്ജക്റ്റും മെത്തേഡ്സ് ഒക്കെയാണ്.
പക്ഷെ നമ്മളിവിടെ ജസ്റ്റ് നമ്മളായിട്ട് യൂസറായിട്ട്, അതായത് നമ്മൾ യൂസർ എന്ന കൺസെപ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ആണ് ഇത്. ക്ലാസ് അതിനനുസരിച്ച് ഒബ്ജക്റ്റ്. ഇനി എനിക്കിത് ചേഞ്ച് കളർ കോൾ ചെയ്യണമെങ്കിൽ നേരത്തെ ചേഞ്ച് കളർ എന്ന് ഡയറക്റ്റ് വിളിച്ചു. അപ്പോൾ ഇപ്പോൾ വിളിക്കേണ്ടത് $കളർ ഡോട്ട് ആയിരുന്നു ജാവാസ്ക്രിപ്റ്റിൽ ഉപയോഗിച്ച്. ഇതിൽ -> ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് കണ്ട കളർ ചേഞ്ച് ചെയ്ത്. അപ്പം ഇത് ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കോൾ ചെയ്ത്. ഇത് ഇങ്ങനെയാണ് ക്ലാസ്സും ഒബ്ജക്റ്റും അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസ്. ഇൻ കേസ് ക്ലാസിൻ്റെ അകത്തൊരു വേരിയബിൾ ആണെന്നുണ്ടെങ്കിൽ, ഒരു പബ്ലിക് വേരിയബിൾ, പ്രൈവറ്റ് ഉണ്ടാവാം, പബ്ലിക് ഉണ്ടാവും. പബ്ലിക് ആവുന്ന സമയത്ത് നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. പുറത്ത് ക്ലാസ്സിന് പുറത്ത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പബ്ലിക് $കളർ എന്നൊരു വേരിയബിൾ, എന്നുവെച്ചാൽ ആ $കളർ എന്ന വേരിയബിളിലേക്ക് ചേഞ്ച് കളർ എന്ന് പറയുമ്പോൾ $കളർ എന്ന വേരിയബിളിലേക്ക് വാല്യൂ ബ്ലൂ എന്ന് അസൈൻ ചെയ്യാം. ഓക്കെ, ചേഞ്ച് കളർ അപ്ലൈ ചെയ്യുമ്പോൾ ബ്ലൂ അസൈൻ ആവും. എന്നിട്ട് ആ കളർ ഏതാണെന്ന് നമുക്ക് കാണണമെങ്കിൽ ഇതൊരു ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റിന്റെ അകത്തുള്ള കളർ എന്നൊരു വേരിയബിളിനെ പ്രിന്റ് ചെയ്യിച്ചു. ഇതിൽ കളർ ഈക്വൽ ടു ബ്ലൂ എന്ന് കൊടുത്തു. ബ്ലൂ കൊടുത്ത ശേഷം ഒരു മിനിറ്റ്, ഇത് ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ അകത്ത്, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ വേരിയബിളിനെ പുറത്തോട്ട് ചെയ്യാൻ പറ്റില്ല. ആ വേരിയബിൾ അതിൻ്റെ അകത്ത് മാത്രമായിരിക്കും. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയും. ഇപ്പം head1 head2 എന്നിങ്ങനെ എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ലെറ്റ് head1 വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് വലിയ ഇഷ്യൂസ് ഇല്ല. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തൊരു $കളറും ഈ $കളറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ ക്ലാസിൻ്റെ അകത്ത് ഈ കളറും ഈ ഫംഗ്ഷൻ്റെ അകത്ത് ഈ കളറും നോക്കുന്ന സമയത്ത് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ സെയിം ആണ്, വേരിയബിളിൻ്റെ പേര് സെയിം ആണ്. പക്ഷേ സ്കോപ്പ് അനുസരിച്ച് ഈ കളറും വേറെയാണ്, ഈ കളറും. നമ്മൾ ഇപ്പോൾ സാധാരണ കളർ 1 കൊടുക്കുന്ന കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ ഇതിൻ്റെയാണ് മാറ്റണമെങ്കിൽ $this, അതായത് ഈ ഒബ്ജക്റ്റിൻ്റെ ആണ്, ഇതിൻ്റെ ഈ ക്ലാസിൻ്റെ ആണ് കളർ മാറ്റണമെങ്കിൽ ഇതിങ്ങനെ കൊടുക്കണം. ഓക്കെ, കളർ -this എന്ന സംഭവമാണ്. നമ്മളിവിടെ ദിസ് കൊടുത്തിന്, ജാവാസ്ക്രിപ്റ്റിൽ ദിസ് കൊടുത്തിന്. ഇതിൻ്റെ ആണ്, ഈ ഡോക്യുമെന്റിലെ ഈ ഒബ്ജക്റ്റ്, ഈ ഹെഡിൻ്റെ ആണ് ദിസ് എന്ന് കൺസെപ്റ്റ് കൊടുത്തത്. അതിൻ്റെ ആണ്, ഈ ഒരു ടാഗിൻ്റെ ആണ് എന്ന് കൺസെപ്റ്റ് ദിസ്. അതേപോലെ ഈ ക്ലാസിൻ്റെ ആണ് എന്ന്, ഇത് ഫംഗ്ഷൻ ഇതാണെങ്കിലും ഈ ക്ലാസിൻ്റെ കളറാണ് മാറ്റുന്നതെന്നാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. കണ്ട ബ്ലൂ വന്നു. ഇൻ കേസ് എനിക്ക് ഇവിടെ സെറ്റ് ചെയ്യണമെന്ന് വെച്ചോ, ചേഞ്ച് കളറിൽ ഇവിടെ ഞാൻ റെഡ് എന്ന് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ റെഡ് കൊടുക്കണം. ഇവിടെ ആർഗ്യുമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈ ദിസ് ഇവിടെ ഒരു ആർഗ്യുമെന്റ് പാസ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർഗ്യുമെന്റ് അത് എടുക്കുന്നുണ്ട്. സെയിം ഇവിടെ ചേഞ്ച് കളറിന്റെ ഉള്ളിൽ ഒരു ആർഗ്യുമെന്റ് കളർ. ഇതും എല്ലാം വ്യത്യാസമാണ്. ഇതും സെയിം ആണ് വാല്യൂ, ഇത് സ്കോപ്പ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ കളർ ഈക്വൽ ഇത്. അത് നമുക്ക് റിഫ്രഷ് ചെയ്യാം. കണ്ടോ, റെഡായി. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഫങ്ഷൻസ് നമുക്ക് കോൾ ചെയ്യുമ്പോൾ, ഇത് ക്ലാസ്സും ഇത് ഒരു മെത്തേഡ് ഫങ്ഷൻസ് നമുക്ക് മെത്തേഡ്സും പറയാം. ജാവയിൽ ഉപയോഗിക്കുന്ന സമയത്ത് മെത്തേഡ്സ് എന്ന് വേണം പറയാം. ഇവിടെ മെത്തേഡ്സിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ടൊരു ക്ലാസ്സിൽ ഒബ്ജക്റ്റ് ഉണ്ടാക്കുന്നതും മെത്തേഡ്സ് എന്നാണ്. ഓക്കെ, ഇനി ഞാൻ ഇവിടെ വേറൊരു ക്ലാസ് ഉണ്ടാക്കി, ക്ലാസ് ടെസ്റ്റ്. ഓക്കെ, ക്ലാസ് ടെസ്റ്റിൽ എനിക്ക് ചേഞ്ച് കളർ എഴുതണം. പക്ഷെ ചേഞ്ച് കളർ എനിക്കിവിടെ ഇതുപോലെ കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാളും ഇതിനെ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാം. എക്സ്റ്റെൻസ് എന്നൊരു കീവേഡ് ഉപയോഗിച്ചിട്ട്
ഇതിനെ ഇൻഹേർട്ട് ചെയ്യാം. അതായത് ഇതിൻ്റെ ഫങ്ഷനാലിറ്റി മൊത്തം ഈ ക്ലാസ് ടെസ്റ്റിന് കിട്ടും. ഈ ഡോക്കിൻ്റെ ഫങ്ഷനാലിറ്റി മൊത്തം ഈ ക്ലാസ് ടെസ്റ്റിന് കിട്ടും. എക്സ്റ്റെൻസ് ഡോക്ക് എന്നത്. ഞാൻ ഇത് പറയാൻ കാരണം നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് ലെവലിൽ പഠിക്കുന്ന സമയത്ത് ഒരു ബേസ് വേണം. അപ്പോൾ ആ ഒരു ബേസ് അറിയാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. ഇത്രമാത്രം പഠിച്ചാൽ മതി. ഒബ്ജക്റ്റിന് കുറേ കൺസെപ്റ്റ് ഉണ്ട്, അതൊന്നും വേണ്ട. നമുക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മാത്രം പഠിച്ചു പോയാൽ മതി. ടെസ്റ്റ് എക്സ്റ്റെൻസ് ഡോക്ക്. അപ്പോൾ ഞാനിവിടെ ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. എറർ അടിക്കാൻ നോക്കാം. കണ്ടോ? ഇല്ല, എറർ അടിച്ചില്ല. ഇത് ഞാൻ പറഞ്ഞ ഈ ടെസ്റ്റിന് ഡോക്കിൻ്റെ എല്ലാ ഫങ്ഷനാലിറ്റിയും കിട്ടി. അതുപോലെ ഞാനിവിടെ വേറൊന്ന് എഴുതുന്നു, ഫങ്ഷൻ ഗുഡ് എന്ന് പറഞ്ഞ ഫങ്ഷൻ വെറുതെ. അത് ജസ്റ്റ് ഒന്ന് എക്കോ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ ഓക്കെ. അപ്പോൾ ഇത് വിളിക്കുന്ന കൂട്ടുന്ന ഞാൻ വിളിക്കും ഡോളർ കളർ ഗുഡ്. കണ്ടോ? ഗുഡ് മോർണിംഗ്. പക്ഷെ നേരെ വെച്ചാൽ നമുക്ക് ഡോക്കിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഗുഡ് വിളിക്കാൻ പറ്റില്ല. പക്ഷെ ടെസ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഉണ്ടാക്കി ഗുഡ് വിളിക്കും. കാരണം ടെസ്റ്റിലാണ്ട് അകത്താണ് ഗുഡ് ഉള്ളത്. പക്ഷെ പ്ലസ് ഡോക്കിൻ്റെ സാധനങ്ങളും ടെസ്റ്റിനകത്ത് വരും. ഇത് ഇൻഹെറിറ്റൻസിൻ്റെ ഒരു ചെറിയ എക്സാമ്പിളാണ്, അത് നോക്കി വെക്കാം. അപ്പം ഇത് സിമ്പിളായിട്ട് ഞാനിവിടെ PHPനെ കുറിച്ച് ക്ലാസ് ഒബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ആവശ്യമുണ്ട്, നമുക്കത് പിന്നെ നോക്കാം. ജാവാസ്ക്രിപ്റ്റിനെയും കുറച്ച് ഏകദേശം ചെറിയ ക്ലാസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഇതിൽ വരുന്ന MySQL കണക്ഷനാണ്. അതായത് MySQL ഡാറ്റാബേസ് കണക്ഷനാണ്. അപ്പം നമുക്ക് സാമ്പാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ PHP MyAdmin എന്ന് പറഞ്ഞൊരു /PHP MyAdmin എന്ന് പറഞ്ഞ MySQLനെ മാനേജ് ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസ് കിട്ടുന്നുണ്ട്. PHP MyAdmin എന്ന് പറഞ്ഞാൽ PHP എഴുതിയ MySQL ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇതാണ്. ഇപ്പോൾ ഇതിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന മൊത്തം ഡാറ്റാബേസ് ആണ്. അപ്പോൾ ഇത് സെർവർ 127.0.0.1, ഇതിൻ്റെ യൂസർ റൂട്ട് @localhost, അങ്ങനെയൊക്കെ സിമ്പിളായിട്ട് വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ PHP ടെസ്റ്റ് എന്ന് പറഞ്ഞ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് എന്നിട്ട് ആ PHP ടെസ്റ്റിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ ഉണ്ടാക്കാം. അതായത് ടേബിൾസ്. ഒരു ഡാറ്റാബേസിൽ ഇതൊരു സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് തന്നെ ഡാറ്റാബേസിനകത്ത് ടേബിൾസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു CRUD ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. CRUD എന്ന് പറയുമ്പോൾ ക്രിയേറ്റ്, ഡിലീറ്റ്, റീഡ്, അപ്ഡേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി ഒരു ജസ്റ്റ് ഒരു CRUD ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനുവേണ്ടി ജസ്റ്റ് ഒരു ടേബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ടേബിളിൽ 3 കോളം നമുക്ക് ആഡ് ചെയ്യാം. ID, നെയിം, മാർക്സ്. അപ്പോൾ ടേബിളിൻ്റെ പേര് സ്റ്റുഡൻസ്. ഇത് സിമ്പിളായിട്ട് പറയുന്ന സ്റ്റുഡൻസ് ടേബിൾ 3 ക്രിയേറ്റ് ചെയ്യാം. ID, നെയിം, മാർക്സ്. അപ്പോൾ ഈ ID ഇൻറ്റീജറാണ്. അതായത് ഒരു ടേബിളിന് ഒരു യൂണീക്ക് ഐഡൻറ്റിഫയർ എന്തായാലും വേണം. അത് മസ്റ്റാണ്. അന്ന് ഓട്ടോ ഇൻക്രിമെൻറ്റും ആയിരിക്കണം. പ്രൈമറി കീ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് ഇവിടെ. ID അതായത് ഒരു ടേബിളിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞനുസരിച്ച് ഇവിടെ ഇതിന് ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ID യുണീക്കാണ്. person 1, person 2. അതുപോലെ തന്നെ ഇവിടെ get element by ID, get element by ID, person 1, person 2 ഒക്കെ നമ്മൾ ചെയ്തത്. സെയിം ഒരു ID യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ടേബിളിന് ഫസ്റ്റ് കോളം ഓട്ടോ ഇൻക്രിമെൻറ്റ് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്ത്. ഓട്ടോ ഇൻക്രിമെൻറ്റ് പറയുമ്പോൾ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതനുസരിച്ച് അതൊരു യുണീക്കായിട്ട് നമ്പർ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് പോകും. നമ്മളായിട്ട് അത് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്കൊന്നും ആവശ്യം വരില്ല. പിന്നെ നെയിം ഒരു ടെക്സ്റ്റോ വേരിയബിൾ വാർക്കാറോ നമുക്ക് കൊടുക്കാം. വാർക്കാറിന് സൈസ് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഒരു 500 കൊടുക്കാം. മാർക്സ് ഇൻറ്റീജറോ ഡെസിമലോ അങ്ങനെ വേണമെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വാർക്കാറിന് കൊടുക്കുന്നത് വാർക്കാർ ഒരു 500.
മാർക്കൊക്കെ ആകുമ്പോൾ കുറച്ച് മതി, 50 മതി. ഓക്കെ, സിമ്പിളായിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. സേവ് കൊടുക്കുക. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ID, നെയിം, മാർക്സ്. ഇതിലേക്ക് വാല്യൂസ് ഇൻസേർട്ട് ചെയ്യാം. ID നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം അത് ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ്, പ്രൈമറി കീ ആണ്. അതായത് നമ്മൾ ഏത് ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ID, അതായത് ഒരു യുണീക്ക് വാല്യൂ, യുണീക്ക് കോളം സ്പേസ് കിട്ടണം. കാരണം നമുക്ക് പല സെർച്ചിങ്ങും ചെയ്യുന്ന സമയത്ത് അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ഒരു യുണീക്ക് സാധനം വേണം. നെയിം ഞാനൊരു അക്ഷർ എന്ന് കൊടുത്തു. മാർക്സ് 90 കൊടുത്തു. അപ്പോൾ ഒന്ന് ഇൻസേർട്ട് ചെയ്ത്, അപ്പോൾ ഇവിടെ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻസ് എന്നൊരു SQL കമാൻഡ്സ് വന്ന്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് SQL കമാൻഡ്സ് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇത് ഞാൻ PHP MyAdmin കാണിക്കുന്നത്. അതുല്യ മാർക്സ് ഒരു 90 കൊടുത്തു. രണ്ടെണ്ണം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടെണ്ണം ഇൻസേർട്ട് ചെയ്തുകൊണ്ട് കണ്ടോ ഇത് കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇതിപ്പം എഡിറ്റ് ചെയ്യാൻ പറ്റും, കോപ്പി ചെയ്യാൻ നമുക്ക് വേണ്ട, ഡിലീറ്റ് ചെയ്യാനും പറ്റും. ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. അതേപോലെ MySQLന്റെ കുറച്ച് കമാൻഡ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാം. ഓക്കെ.